ഇപ്പം നമുക്കറിയാവുന്ന പോലെ തന്നെ ഒരുപാട് നഴ്സുമാർ OET IELTS എക്സാമിനൊക്കെ വേണ്ടി പഠിച്ച് അത് പാസ്സായെങ്കിലും അവർക്ക് UK, അയർലൻഡ്, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലേക്കൊന്നും പോകാൻ പറ്റാതെ സ്റ്റിൽ നാട്ടിൽ തന്നെയുണ്ട്. ശരിക്കും നഴ്സുമാരുടെ റിക്രൂട്ട്മെന്റ് കംപ്ലീറ്റ്ലി സ്റ്റോപ്ഡ് ആയത് തന്നെയാണോ? നഴ്സുമാർക്ക് തികച്ചും ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഏതെങ്കിലും രാജ്യങ്ങളോ ഉണ്ടോ? അതിനെക്കുറിച്ചൊന്ന് വിശദമാക്കാമോ? തീർച്ചയായിട്ടും അതൊരു നല്ല ചോദ്യമാണ്. കാരണം ഒത്തിരി ആൾക്കാർ നമ്മളെ കോൺടാക്ട് ചെയ്ത് ചോദിക്കുന്നൊരു കാര്യമാണ്, പുറത്തോട്ടുള്ള നേഴ്സസിൻ്റെ ഓപ്പണിംഗ് ഒക്കെ അവസാനിച്ചു, അല്ലെങ്കിൽ ഞങ്ങൾ 7-8 മാസമായിട്ട് OET അല്ലെങ്കിൽ IELTS പഠിച്ച് പാസ്സായി നിൽക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് പുറത്തു വിടാൻ സാധിക്കുന്നില്ല. സത്യത്തിൽ എൻ്റെ ഒപ്പീനിയനിൽ OET ഒരു പരിധിവരെ അവസാനിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഒരിക്കലും ഈ റിക്രൂട്ട്മെൻറ്റുകൾ മടങ്ങി വരില്ല എന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഫോർ ദ ടൈം ബീയിങ് ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന പിള്ളേർ അല്ലെങ്കിൽ ഇനി ഒരു എക്സാം പഠിക്കാൻ പോകുന്നവർ ഒരു കാരണവശാലും OET പഠിച്ച് വെയിറ്റ് ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ന്യൂസിലാൻഡ് ആയിക്കോട്ടെ, UK ആയിക്കോട്ടെ, അയർലൻഡ് ആയിക്കോട്ടെ, ഈ ഒരു സ്ഥലങ്ങളിൽ തന്നെ റിക്രൂട്ട്മെൻറ്റുകൾ നടക്കുന്നില്ല. അതുകൊണ്ട് നഴ്സുമാരുടെ ഒരു ഓപ്പണിംഗ് പുറത്തേക്കുള്ളത് അവസാനിച്ചെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല. ഇതല്ലെങ്കിൽ മറ്റൊരു രാജ്യം എന്ന രീതിയിൽ ഏതെങ്കിലുമൊക്കെ രാജ്യം എല്ലാ സമയത്തും ഓപ്പൺ ആയിരിക്കും. പക്ഷേ അതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിനും കാര്യങ്ങൾക്കും വ്യത്യാസം കാണും. ഇപ്പോൾ പഠിച്ചിറങ്ങുന്ന ഫ്രഷ് ആയിട്ടുള്ള നേഴ്സ് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾ, അങ്ങനെയുള്ള ഏതെങ്കിലും ആൾക്ക്, അല്ലെങ്കിൽ OET IELTS പഠിക്കാത്ത ഒരാൾ ഒരു രാജ്യം തിരഞ്ഞെടുക്കുമ്പോൾ അവർ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് പോകാൻ സാധിക്കുന്നത് ജർമ്മനിയാണ്. ജർമ്മനിയിൽ നമുക്ക് സൗജന്യമായിട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച്, അതായത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കുന്ന എമൗണ്ട് സഹിതം നമുക്കൊരു സ്റ്റൈഫൻഡ് ആയി വാങ്ങിക്കൊണ്ട് 1 രൂപ പോലും മുടക്കാം. ഞാൻ ഒട്ടും അതിശയോക്തി പറയുന്നതല്ല, 1 രൂപ പോലും മുടക്കാതെ, ഈവൻ ഇൻക്ലൂഡിങ് ഫ്ലൈറ്റ് ടിക്കറ്റോടൊപ്പം നിങ്ങൾക്ക് സൗജന്യമായി ഒരു നേഴ്സിന് ജർമ്മനിയിൽ പോകാൻ സാധിക്കും. ജർമ്മനി മാത്രമാണ് സൗജന്യമായിട്ട് നമുക്കിപ്പോൾ പോകാൻ സാധിക്കുന്നത് ഒരു രാജ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജർമ്മനിയിലെ ഏതെല്ലാം മേഖലകളിലേക്കാണ് ഇവിടുന്ന് നാട്ടിൽ നിന്നുള്ള നേഴ്സുമാർക്ക് പോകാൻ സാധിക്കുക? അതിനെക്കുറിച്ചൊരു ഡീറ്റെയിൽ ഒന്ന് പറയാം. തീർച്ചയായിട്ടും. അപ്പം നമ്മൾ ജർമ്മനി എടുക്കുമ്പോൾ നമുക്ക് നോർമൽ അറിയാവുന്ന പോലെ ഇപ്പം UK ക്കൊക്കെ റിക്രൂട്ട്മെൻറ്റ് നടക്കുമ്പോൾ ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ കെയർ ഹോംസ് എന്നൊക്കെ പറഞ്ഞ് ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറഞ്ഞതുപോലെ തന്നെ ഓരോ രാജ്യത്തിലേക്കും നമ്മളൊരു നേഴ്സിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അപ്രൂവൽ ലഭിച്ച റിക്രൂട്ടേഴ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ആൾക്കാരെ ജർമ്മനി പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസിൻ്റെ വെളിച്ചത്തിൽ നമ്മൾ ഈ ജർമ്മനിയിലെ ഒരു നേഴ്സിന് ജോലി ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസിനെ അല്ലെങ്കിൽ പ്ലേസസിനെ നമുക്ക് 3ആയിട്ട് ഡിവൈഡ് ചെയ്യാം. 1 യൂണിക് ക്ലിനിക്, 2 ഓൾട്ടർ ഹോംസ്, 3 ഹോസ്പിറ്റൽസ്. ഇങ്ങനെ 3ആയിട്ട് ഇതിനെ തിരിക്കാം. അപ്പോൾ 3ൻ്റെയും അഡ്വാൻറ്റേജസും അതിൻ്റെ ബെനിഫിറ്റുകളും മാർക്കാണ് പോകാൻ സാധിക്കുന്നതൊക്കെ പറയാം. അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിലേത് സ്ഥലത്തേക്കാണ് എനിക്ക് പോകാൻ സാധിക്കുന്നത് എന്ന് ഒരു നേഴ്സിന് സ്വയം തിരിച്ചറിയാൻ സാധിക്കും.